മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളിയും പുളിയും വെച്ചിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ ഒരു കപ്പ് ഉള്ളി, അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി, അപ്പോൾ പുളിയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പുളിയുടെ ആ മിക്സ്ചറിലെ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഉള്ളിയൊക്കെ നമ്മൾ പച്ചയ്ക്കല്ല അരച്ചേക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ പതിയെ പോകാൻ തുടങ്ങും. അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നുമല്ല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള, നമ്മൾ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ കംപ്ലീറ്റ് വാട്ടർ കണ്ടൻ്റൊക്കെ പോയിട്ടുണ്ട്, നന്നായിട്ട് വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയും അതുപോലെ തന്നെ വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.